ഹലോ ഗായ്സ്, അപ്പോൾ ബിഗ് ബോസിൽ ഒരു വണ്ണായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അടിയുടെ കാരണം വേറെ ആരുമല്ല, അത് ജാസ്മിൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ജാസ്മിനാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത് അപ്സരേനെയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ എന്തൊക്കെയാവും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്നും ആവില്ല, ചുമ്മാ ഇത് സിമ്പിളായിട്ട് കളയും, കാരണം അത് അടിച്ചത് ജാസ്മിനാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ ലൈവിൽ ഇതിപ്പോൾ കാണാൻ പറ്റത്തില്ല, നാളെ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു ഊഹം വെച്ചിട്ടാണെങ്കിൽ അപ്സരയുടെ ഫാമിലിയാണ് വരുന്നത്. അപ്പോൾ അപ്സരയുടെ ഫാമിലി വന്നെത്തിയില്ല, അതായത് ആൽബി ചേട്ടനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. സോ അവരെത്തിയില്ല. അതിന് മുന്നേ നടക്കുന്ന സംഭവമാണ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ജാസ്മിൻ അപ്സരേനെ അടിച്ചതിൻ്റെ ഫലമായിട്ട് ജാസ്മിനെ കൺവെൻഷൻ റൂമിലോട്ട് വിളിച്ച് ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വലിയൊരു അടിയാണോ ചെറിയ അടിയാണോ എന്താണ്, അന്ന് ജിൻഡുവിനെ അടിച്ച പോലത്തെ ഒരു അടിയാണോ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ അറിഞ്ഞാലും ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലും അവർ വിടുന്നത് അവരെ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ കുറച്ച് ഇത്തുപുലിച്ച് ഇങ്ങോട്ട് വിടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി എങ്ങനെയാണ് ഇത് അപ്സര ക്ഷമിക്കുമോ, ജാസ്മിൻ എന്താകും, ജാസ്മിനെ പുറത്തുവിടാൻ ഒട്ടും ചാൻസ് ഇല്ല. ഇങ്ങനെ ചുമ്മാ പറയുന്നല്ലാതെ ആളുകൾ ഓരോന്ന് പറയുന്നതല്ല, ജാസ്മിനെ പുറത്താകും എന്നത് യാതൊരു പ്രതീക്ഷയും ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ കാര്യത്തിൽ ഇനി ലാലേട്ടൻ വന്നിട്ട് എന്താണ്, അന്ന് ജിന്നുവിൻ്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല, ഇനിയെങ്കിലും എന്തെങ്കിലും നടക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇവിടെ നിന്ന് നല്ല കൂട്ടായിരുന്നു, പക്ഷേ ഇനി എന്തിനാണ് അടിച്ചത് എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇപ്പോൾ ടീം തമ്മിലുള്ള മത്സരമില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിരിക്കാം എന്ന് നമുക്ക് കരുതാം. സോ നാളത്തെ എപ്പിസോഡ് എന്തായാലും കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് പറയുന്നു, ചാനലൊന്ന് സബ്സ്ക്രൈബ്